ബിഗ് ബോസ് സീസൺ 7 പുതിയൊരു അപ്ഡേറ്റിലേക്ക് സ്വാഗതം. ഇപ്പോൾ ലൈവിൽ നടന്നൊരു സംഭാഷണമാണ്. ലൈവിൽ ഇവരെല്ലാവരും ബെഡ്റൂമിനുള്ളിലാണ്. അതായത് ഹൗസിനുള്ളിലെ എല്ലാവരും അവിടെയുണ്ട്. അവിടെ വെച്ച് അനീഷിൻ്റെ ബെഡിൽ ഇരിക്കുന്നുണ്ട്. അനുമോള് ആദിലെ നൂറയൊക്കെ ആയിട്ട് മാനസികമായിട്ട് കുറച്ച് അകൽച്ച ആയതുകൊണ്ട് അനുമോളുടെ ബെഡിൽ പുതപ്പ് മൂടി ഇങ്ങനെ കിടക്കുന്നുണ്ട്. ബാക്കി എല്ലാവരും ഇങ്ങനെ പല പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. നെവിനാണെന്നുണ്ടെങ്കിൽ സാബുമാനെ ട്രിഗർ ചെയ്യാൻ നോക്കുന്നുണ്ട്. ഇങ്ങനെ ഇരിക്കുന്ന കൂട്ടത്തിൽ, സംഭാഷണത്തിൻ്റെ കൂട്ടത്തിൽ സാബുമാൻ ഒരു കാര്യം പറയുന്നുണ്ട്. സത്യത്തിൽ ഇവർക്കൊക്കെ എന്താ പറയണമെന്ന് അറിയത്തില്ല. എന്ത് മാനസിക രോഗികളാണ് ഇവരെന്നറിയത്തില്ല. ഒരാളെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ ചെറ്റത്തരം പറയുക എന്ന് പറയുമല്ലോ, അത്തരം ചെറ്റത്തരം പറയുന്ന വർത്തമാനമാണ് ഇവർ പറയുന്നത്. ഇപ്പോൾ പറയുന്നത് ഈ അവസാന ഘട്ടമായപ്പോൾ ഇവർ കണ്ടുപിടിച്ച പുതിയൊരു കാര്യം, അനീഷും അനുമോളും കൂടെ പ്രേമമാണ്. അനീഷ് ലവ് ട്രാക്ക് പിടിക്കാൻ നോക്കുന്നുണ്ടെന്നൊക്കെ ഉള്ളതാണ്. അനീഷിന് അനുമോളോടൊരു ക്രഷ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. അത് ഏത് തരത്തിലാണെന്ന് അനീഷ് അവിടെ സ്പഷ്ടമായിട്ട് പറയുകയും ചെയ്താണ്. അനീഷ് അത്ര ബോധമില്ലാത്തവനൊന്നുമല്ല, അനുമോളും അത്ര ബോധമില്ലാത്തവളല്ല. ഇവർ തമ്മിലുള്ളതെന്ന് പറഞ്ഞാൽ ഒരു സിസ്റ്റർ ബ്രദർ കോംബോ ആണ്. നല്ല രീതിയിൽ അനീഷ് എല്ലാവരോടും നല്ല രീതിയിൽ തന്നെ പെരുമാറുന്നുണ്ട്. അനുമോളും അത് തന്നെ. കുറേ നാൾ ആര്യൻ്റെ പേരെടുത്തിട്ട് അലക്കുന്നുണ്ട്. അങ്ങനെയാണല്ലോ ഈ ചെറ്റകൾക്ക് ആരുടെ പേരെപ്പോൾ വേണേൽ എടുത്തിട്ട് വലിച്ച് കഴിക്കാമല്ലോ. അപ്പോൾ അതിനകത്ത് ആര്യനോട് ക്രഷ്, ആര്യൻ ഇറങ്ങിയിട്ട് പോലും ഒരു ഇൻ്റർവ്യൂ പറയുന്നിട്ട് എനിക്കും തോന്നിയിരുന്നു ക്രഷ് എന്ന്. ആര്യൻ എന്തോന്നാണ്, എന്ത് കണ്ടിട്ടാണ് ക്രഷ് എന്ന്? ഒരാൾക്കൊരു ക്രഷ് തോന്നാൻ ഒരു മിനിമം ക്വാളിറ്റി വേണം. ആ ക്വാളിറ്റി ഇല്ലാത്ത ഈ ആര്യൻ എന്ന് പറയുന്ന വ്യക്തിയോട് അനുമോൾക്ക് എന്താ ക്രഷ് തോന്നേ? അതുപോലെ തന്നെ ഇപ്പം സിസ്റ്റർ ബ്രദർ കോംബോ ആയിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഇവർക്കിടയിൽ ഒരു ലവ് ട്രാക്കാണെന്ന് സാബുമാൻ പറയാൻ എന്താ കാര്യം? സാബുമാൻ്റെ ഉള്ളിൽ അനുവിനോട് ക്രഷ് ഉണ്ടോ? അതാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണ്. എന്തൊക്കെയാണ് പറയേണ്ടത്, എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് ഒരു ലക്കും ലഗാനും ഇല്ലാതെ പോവാണ് കുറേ ആൾക്കാർ. ഇതെല്ലാം സത്യത്തിൽ അനുവിനും അനീഷിനും വോട്ട് കൂട്ടി കിട്ടാൻ മാത്രമേ ഉപകരിക്കൂ. ഇവർ എത്ര നെഗറ്റീവ് അടിച്ചാലും അത്രത്തോളം ഈ രണ്ട് വ്യക്തികളും പുറത്തുള്ള പ്രേക്ഷകർക്കിടയിൽ അവരുടെ മനസ്സിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. അവരെ തന്നെ വിജയിപ്പിക്കാൻ പ്രേക്ഷകർ നോക്കത്തുള്ളൂ. ഇത് ഒരു PR അല്ല. PR എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വ്യക്തിയെ ഇഷ്ടപ്പെടുമ്പോൾ അവർക്ക് അനുകൂലമായിട്ട് സംസാരിക്കുന്നതിന് PR എന്നാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പേര്. അങ്ങനെയാണെങ്കിൽ അനുവിൻ്റെ അല്ലെ അനീഷിൻ്റെ PR ആണ് ഞാനെന്ന് പറയുന്നതിൽ എനിക്ക് ഒരു പ്രശ്നവുമില്ല. നിങ്ങൾക്ക് പറയാം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, കമൻറ്റ് ചെയ്യാം.